മീഡിയമായിരുന്ന കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ തെറ്റ് ചെയ്തുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തെറ്റു ചെയ്തതുകൊണ്ടാണ് നടപടിയെടുത്തത്. ദിവ്യയുടെ കാര്യത്തിൽ പാർട്ടി കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട്. സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയ്ക്ക് മറുപടി വരികയായിരുന്നു MV ഗോവിന്ദൻ. ആർ ശ്രീജിത്ത് കൊല്ലത്തും ചേരുന്നു. ശ്രീജിത്ത്, വിവരങ്ങൾ. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ പി ദിവ്യയെ വീണ്ടും പാർട്ടി തള്ളുകയാണ്. കൃത്യമായ നിലപാടാണ് പാർട്ടി സ്വീകരിച്ചതെന്നും ദിവ്യ തെറ്റ് ചെയ്തെന്നും അടക്കം ആവർത്തിക്കുകയാണ് മികവും അടക്കം. ആർ ശ്രീജിത്ത് കൊല്ലത്തുനിന്ന് ചെയ്യുന്നു. ശ്രീജിത്ത്, വിവരങ്ങൾ. CPIM സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടുമേൽ നടന്ന പൊതുചർച്ചയ്ക്ക് മറുപടി പറയുമ്പോഴാണ് പി ദിവ്യക്കെതിരെ ഉയർന്ന ആക്ഷേപങ്ങൾ MV ഗോവിന്ദൻ പരാമർശിച്ചത്. പി ദിവ്യ തെറ്റ് ചെയ്തു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അവരെ പാർട്ടി ഏൽപ്പിച്ച സ്ഥാനങ്ങളിൽ നീക്കിയത്. ആദ്യം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നീക്കി, പിന്നീട് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗത്തിൽ നിന്ന് പ്രാഥമിക അംഗത്വത്തിലേക്ക് തരം താഴ്ത്തി. ഈ രണ്ട് നടപടികളും പി ദിവ്യ ചെയ്ത തെറ്റ് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് MV ഗോവിന്ദൻ നൽകിയ മറുപടി. നേരത്തെ പൊതുചർച്ചയിൽ പി ദിവ്യയ്ക്ക് അനുകൂലമായും പ്രതികൂലമായും ഉള്ള വാദഗതികളും വിമർശനങ്ങളും ഉയർന്നിരുന്നു. പി ദിവ്യയെ സംരക്ഷിക്കണമായിരുന്നു എന്ന വാദങ്ങൾ ഉയർന്നു. എന്നാൽ പി ദിവ്യ തെറ്റ് ചെയ്തു എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായി. ഇതെല്ലാം പരാമർശിച്ചുകൊണ്ടാണ് ദിവ്യ തെറ്റു ചെയ്തുവെന്ന് പാർട്ടിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് നടപടിയെടുക്കുന്ന കാര്യം ഗോവിന്ദൻ വ്യക്തമാക്കിയത്. ഇതോടൊപ്പം തന്നെ കണ്ണൂർ ജില്ലയോട് താൻ പക്ഷപാതിത്വം കാട്ടുന്നുവെന്ന പ്രതിനിധികളുടെ വിമർശനത്തിനും MV ഗോവിന്ദൻ മറുപടി പറഞ്ഞു. ജില്ല തിരിച്ചല്ല CPIM-ൽ സ്ഥാനങ്ങളും മറ്റു പദവികളും മറ്റും ചുമതലകളും നിശ്ചയിക്കുന്നത്, മറിച്ച് സംസ്ഥാന നേതൃത്വം കൂട്ടായി ചർച്ച ചെയ്ത് തീരുമാനമെടുത്താണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഏതെങ്കിലും ജില്ലയുടെ പ്രത്യേക പരിഗണന കാട്ടുകയോ ഏതെങ്കിലും ജില്ലയെ അവഗണിക്കുകയോ സമീപനം പാർട്ടിക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. ശരി, ശ്രീജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. പി ദിവ്യയെ പ്രതിക്കൂട്ടിലാക്കി ലാൻഡ് റവന്യൂ കമ്മീഷനുടെ റിപ്പോർട്ട് പുറത്തുവന്ന ദിനം തന്നെയാണ് MV ഗോവിന്ദന്റെയും വിമർശനം.